തെറ്റ് ചെയ്ത ഒരാൾക്കും സംരക്ഷിക്കാൻ കഴിയില്ലോ. CPM മാത്രമല്ലേ അതിന് പറ്റുള്ളൂ. തെറ്റ് ചെയ്ത MLA യെ സംരക്ഷിക്കുന്ന സമീപനം CPM അല്ല സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ സമീപനം ഒരിക്കലില്ല. അവരുടെ ഒരു ആരോപണം ഉയർന്നു വന്നു. ഇന്ന് രാവിലെ തൊട്ടാണ് അതിന്റെ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ്, ഒരു പകൽ തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്കോ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന മറ്റ് അജണ്ടകൾക്കോ അതൊരു വിഘാതമാവില്ല. യൂത്ത് കോൺഗ്രസ് ഇതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി അടക്കം ഇവിടെ കേരളത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കൊല്ലം MLA ആയിട്ടുള്ള ശ്രീ മുകേഷ്, അദ്ദേഹത്തിന് നേരെ വളരെ ഗുരുതരമായിട്ടുള്ള നേരിട്ടുള്ള ശാരീരിക ആക്രമണത്തിന്റെ അടക്കം പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് മുകേഷ് MLA രാജിവെക്കേണ്ടതില്ല എന്നുള്ളത്. ഏതായാലും കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കും. ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയമായി ഇറങ്ങി സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി കോൺഗ്രസിനില്ല. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. അതിന്റെ മറവില് ഇദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് മറച്ചു വെക്കേണ്ട കാര്യമായിട്ട് കൈരളിക്ക് തോന്നുന്നുണ്ടോ? അതൊരു മറവായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണെന്ന് കൈരളിക്ക് തോന്നുന്നുണ്ടോ? അതാണ് പറയുന്നത്. ഇവിടെ കേരളത്തിലെ പ്രസിഡന്റ് ഉണ്ട്. കേരളത്തിലെ പ്രസിഡന്റ് ഇവിടെ CPM സൃഷ്ടിച്ച പ്രസിഡന്റാണ്. കൈരളിക്ക് അത് അറിയാത്തതല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറയുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പ്രസിഡന്റ് CPM ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊല്ലം MLA ശ്രീ മുകേഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേപോലെ ചാറ്റിങ്ങിന്റെയോ അതുപോലെയുള്ള ഫോൺ കോളിന്റെയോ ആക്ഷേപമല്ല ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് കൈരളിക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി, സംസ്ഥാന കമ്മിറ്റി കൂടി എടുത്ത പാർട്ടിയുടെ തീരുമാനമുണ്ട്, രാജിവെക്കേണ്ടതില്ല എന്ന്. ഏതായാലും കോൺഗ്രസ് അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വം അറിയിക്കും, നിങ്ങളെ സമയത്ത് അറിയിക്കും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. ഇവിടെ ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ നിങ്ങൾക്കൊരു പകൽ പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പൊ അത് കൃത്യമായ സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവും ശേഷിയും ജനകീയമായ പ്രതിബദ്ധതയുമുള്ള ഒരു നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ആ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സമയത്ത് അറിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. നടപടി ഉണ്ടാകുമെന്നുള്ളതാണോ?